നമ്മൾ ഒരു ചീഞ്ചട്ടി, അതായത് ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മീൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഇത്രയും ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് മീനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് നീർവാണയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കരിമീനോ അങ്ങനെയുള്ള ഒരു സംഭവം എടുത്തിട്ടില്ല. ഞാൻ എടുത്തേക്കണ കിളിമീനാണ് കേട്ടോ. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മീൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈ മീനിനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ എത്രയും ഇരുന്നാലും അത്രയും നല്ലതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ ഒത്തിരി ഫ്രൈ ആയി പോകാതെ നോക്കണം കേട്ടോ. ജസ്റ്റ് നമുക്ക് 2 വശവും മറിച്ചിട്ട് അങ്ങനെ എടുക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് തീ കൂട്ടി എടുത്തതിന് ശേഷം തന്നെ എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇനി ജസ്റ്റ് ഒന്ന് മറിച്ച് ഇടുക. ഇതുപോലെ ലേറ്റ് ആക്കാനായിട്ടാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മറക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. ഒത്തിരി ഓവർ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീർവാണയുടെ ടേസ്റ്റ് കിട്ടില്ല. ഓവർ കുക്കാവാതെ നോക്കുക. ഇതിപ്പോൾ നമുക്ക് കരിമീനോ അല്ലെങ്കിൽ ആവോലി അങ്ങനെയുള്ളത് തന്നെ എടുക്കണമെന്നില്ല. ഇതുപോലെ ചെറിയ മീൻ കൊണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ കൂടുതൽ ടേസ്റ്റാണ് കരിമീനും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ശരിക്കും ഫ്രൈ ആയിട്ടില്ല കേട്ടോ, ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ ഇതിൽ. അതൊന്ന് ആയി വരുമ്പോഴത്തേനും നമുക്ക് ഇതുപോലെ ഒരു ചട്ടി, മൺചട്ടി തന്നെ എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് രീതിയിലുള്ള ചട്ടിയാണുള്ളത് ആ ചട്ടി വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ രീതിയിലുള്ള ഉള്ളതുകൊണ്ട് ഞാൻ എന്തെടുക്കുന്നു. ഈ ചട്ടിയിലേക്ക് ആദ്യം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ വാഴയിലയാണ്. വാഴയില വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് ഈ മീൻ ഒന്നുകൂടി നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിനാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത നമ്മുടെ ആ ഒരു വാഴയിലയിലേക്ക് നമ്മുടെ മീൻ എടുത്ത് വയ്ക്കാം. ഇതുപോലെ ഓരോന്നും എടുത്ത് വയ്ക്കാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ച 6 മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല തേങ്ങാപ്പാലാണ്. ഞാൻ കുറച്ച് മുങ്ങി കിടക്കാൻ പാകത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പിന്നെ നീളത്തിലരിഞ്ഞ പച്ചമുളകും. ഈ പച്ചമുളക് നീളത്തിൽ അരിയാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് എങ്ങനെയാണെന്നുള്ളൂ. ഫസ്റ്റ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പം അതിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് നടുവെ കീറിയത്. നടുവെ കീറിയ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ്, അതായത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന പച്ചമാങ്ങയാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വാഴയിലയിലൊക്കെ തൊടുമ്പോൾ നമുക്ക് ചൂടായി വരുന്ന അറിയാം കേട്ടോ. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഇഞ്ചിയിലൊക്കെ കിടന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്.
ഇതങ്ങനെ വേണം വെന്ത് കിട്ടാൻ കേട്ടോ. ഇല വലുതായതുകൊണ്ട് സൈഡൊക്കെ ഇങ്ങനെ കത്തിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ, നമുക്കിത് മാറ്റാവുന്ന കേസുള്ളൂ. അപ്പം നല്ല ടേസ്റ്റാട്ടോ ഇത്, നല്ല ജ്യൂസി ആയിട്ട് ഇത് കിട്ടണം. അപ്പോൾ ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് നമുക്ക് കുക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിഷ് ഓക്കെ ആയി കിട്ടും. ഇതുണ്ടോ, എണ്ണയൊക്കെ ഒഴിച്ചേക്കണം, അങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി അതിവിടെ കിടന്ന് തിളയ്ക്കും. ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലൊരൈറ്റോട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ തേങ്ങ കൊത്ത്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ തേങ്ങ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പയ്യെ രുചിച്ചൊക്കെ നോക്കി. നമുക്കറിയണ പോലെ ഉപ്പുണ്ടോ മുളകുണ്ടോ എല്ലാം ഉണ്ടോയെന്ന്. ഇനി ഇത് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കുക്കായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓക്കെ കിട്ടും. നല്ല ജ്യൂസി പരുവാകുമ്പോൾ നമുക്ക് ഇത് കിട്ടണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു അരപ്പിൻ്റെ കൂടെ കൂടി തിന്നുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഇതിവിടെ ഒന്ന് തിളക്കട്ടെ. തിള നന്നായി കൂടുമ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ വെള്ളം പറ്റി കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസി ആയിട്ടുള്ള ഒരു നീർവാണ റെഡിയായി കിട്ടും. ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കി നോക്കാവുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. എനിക്കെന്താണെങ്കിലും ഫിഷ് നിറവാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ്.